നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9:30 അടുക്കുകയാണ്. ഒരു 10 മണി വരെയുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ 140 മണ്ഡലങ്ങളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. 140 മണ്ഡലങ്ങളും ആകാംക്ഷയുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും സ്റ്റാർ മണ്ഡലങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതുമാത്രമല്ല, ചില വിവാദ നായകർ, അതുപോലെ തന്നെ മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ. ഇവിടത്തേക്കുള്ള സ്ഥിതി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവിടെയുള്ള സ്ഥിതി എന്നത് നമ്മൾ വട്ടിയൂർക്കാവ് നോക്കാം. വട്ടിയൂർക്കാവ് വലിയൊരു സ്റ്റാർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. നമുക്കറിയാം, ആർ ശ്രീലേഖ, അതായത് ഈ കോർപ്പറേഷനിൽ കൗൺസിലറായിട്ട് അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് അവിടെ നേടാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു BJP വട്ടിയൂർക്കാവ് ആയിരുന്നത്. അതിൻ്റെ ആ ഒരു ചൂട് പിടിച്ച് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും താമര വിരിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ചിത്രങ്ങൾ മാറി മറിയുകയാണ്. ആർ ശ്രീലേഖ പിന്നിലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടെ K മുരളീധരൻ UDF മുന്നിൽ നിൽക്കുന്നു. VK പ്രശാന്തും പിന്നിലാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുവരെ കിട്ടുന്ന വിവരം അനുസരിച്ച് വട്ടിയൂർക്കാവ് K മുരളീധരൻ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ സ്ഥിതി നോക്കാം. മാരക ലീഡാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നേടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാരക ലീഡെന്ന് വെച്ചാൽ വൻ മാരക ലീഡാണ് ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ. സുധാകരൻ, നമുക്കറിയാം, ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടി, അതായത് ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, പാർട്ടി നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ സമയം പാർട്ടിക്ക് വലിയൊരു പണി കൊടുത്ത് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയാണ് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? അദ്ദേഹം ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. സുധാകരന് മുന്നിൽ നിൽക്കുകയാണ്. മാത്യു കുഴൽനാടൻ മുന്നിലാണ്. കുഴലപ്പമൊക്കെ വിതരണം ചെയ്തു തുടങ്ങി. എന്നാലും ഇത്തരത്തിൽ സ്റ്റാർ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് UDFിലെ പല പ്രമുഖർ മുന്നിൽ തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലാണ്, അതുപോലെ തന്നെ VD സതീശൻ മുന്നിലാണ്. ഇങ്ങനെ വലിയൊരു മുന്നേറ്റമാണ് UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വട്ടിയൂർ നമുക്ക് കഴക്കൂട്ടത്ത് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് മാറി മറിയുകയാണ് സാഹചര്യങ്ങൾ. കടകംപള്ളി ഒരു ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കാട്ടാക്കടയിലേക്ക് വരികയാണെങ്കിൽ കാട്ടാക്കടയിലും ഒരു ശക്തമായ ത്രികോണ മത്സരം, അതായത് ആർക്ക് വേണോ മാറി മറിയാമെന്ന തരത്തിൽ. ഇപ്പോൾ എക്സിറ്റ് പോളൊക്കെ എടുക്കുകയാണെങ്കിൽ BJP അവിടെ ജയിക്കുമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതാണ്. എന്തായാലും നിലവിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അവിടുത്തെ സ്ഥിതി UDF ആണ് മുന്നിൽ. MR ബൈജു ആണ് മുന്നിൽ. LDF ഇപ്പോൾ 10 വർഷം IV സതീഷാണ് കാട്ടാക്കട ഭരിച്ചത്. മാത്രമല്ല, BJPക്ക് വേണ്ടി PK കൃഷ്ണദാസ് ആണ് മത്സര രംഗത്തിറങ്ങിയത്. അവിടെ ഇപ്പോൾ MR ബൈജു ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മുന്നേറ്റം കാട്ടാക്കട UDF കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മഞ്ചേശ്വരത്തേക്ക് വരികയാണെങ്കിൽ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മുന്നിലാണ്. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പിൻ്റെ, അതായത് നിശബ്ദ പ്രചാരണം നടക്കുന്ന ദിവസം, വോട്ട് ഇടാൻ പോകുന്നതിൻ്റെ തലേ ദിവസം പാലക്കാട് നടന്ന വലിയ വിവാദങ്ങൾ, പൊട്ടിപ്പുറപ്പെട്ട വൻ വിവാദങ്ങൾ, പണമാരോപണം, വോട്ട്, അതായത് നോട്ട് കൊടുത്ത് വോട്ട് നേടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അതൊന്നും ശോഭാ സുരേന്ദ്രനെ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മുന്നിലാണ്. വലിയ രീതിയിലുള്ള ലീഡ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. അതുമാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. പാലക്കാടിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ സിറ്റിംഗ് MLA രാഹുൽ മങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദങ്ങളിൽ പെടുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കാൻ, പാർട്ടിയിലില്ലല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ പിൻഗാമിയായിട്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് നിലവിൽ സാഹചര്യങ്ങളായിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള ലീഡ് നേടുന്നു. കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യത്തെ ഈ ഒരു വോട്ടെണ്ണൽ നടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റ്, പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ 5 സീറ്റുകളിൽ, അത് 5ഉം 4ഉം ഇങ്ങനെ മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ 5 സീറ്റുകളിൽ BJP ലീഡ് പിടിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. BJP ഇപ്രാവശ്യം ഒന്നെങ്കിലും വിരിയിക്കുമോ, ഒരു താമരയെങ്കിലും വിരിയുമോ എന്ന ചോദ്യത്തിൽ നിന്ന് 5 എണ്ണം വിരിയിക്കുമോ എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയം വരെ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് നമുക്ക് ഇങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നത്. കാസർഗോഡ് ML അശ്വിനി മുന്നിലാണ്. BJPയുടെ സ്ഥാനാർത്ഥിയാണ് ML അശ്വിനി മുന്നിലാണ്. ഇനി ജില്ല തിരിച്ച് ചില മണ്ഡലങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് തൃത്താലയിൽ UDF മുന്നിലാണ്. അതുപോലെ പട്ടാമ്പിയിൽ LDF മുന്നിലാണ്. ഷൊർണൂർ UDF മുന്നിലാണ്. ഒറ്റപ്പാലത്ത് LDF മുന്നിലാണ്. കോങ്ങാട് UDF മുന്നിലാണ്. മണ്ണാർക്കാട് UDF മുന്നിലാണ്. മലമ്പുഴയിൽ എടുക്കുകയാണെങ്കിൽ LDF മുന്നിലാണ്. പാലക്കാട് NDA മുന്നിലാണ്. അതുപോലെ തന്നെ തരൂർ
ചിറ്റൂർ, അതുപോലെ തന്നെ നെന്മാറ, ആലത്തൂർ ഇവിടങ്ങളിലൊക്കെ LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മലപ്പുറത്തേക്ക് നോക്കാം. മലപ്പുറം നോക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ മാത്രം LDF മുന്നിൽ നിൽക്കുന്നു. ബാക്കി കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ ഇവിടങ്ങളിലൊക്കെ UDF വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴിക്കോടത്തെ അവസ്ഥ നോക്കാം. കോഴിക്കോട് വടകരയിലും അതുപോലെ തന്നെ കുറ്റ്യാടിയിലും UDF മുന്നിൽ നിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ നാദാപുരത്ത് LDF മുന്നിലാണ്. കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും UDF മുന്നിൽ നിൽക്കുന്നു. എലത്തൂർ നോക്കുകയാണെങ്കിൽ LDFും, കോഴിക്കോട് നോർത്തിൽ LDF ആണ്. കോഴിക്കോട് സൗത്ത് നോക്കുമ്പോൾ അവിടെ NDA മുന്നിൽ നിൽക്കുകയാണ്. ബേപ്പൂറും അതുപോലെ തന്നെ കുന്നമംഗലത്തും LDF മുന്നിൽ നിൽക്കുകയാണ്. കൊടുവള്ളിയിലും തിരുവമ്പാടിയിലും UDF മുന്നിൽ നിൽക്കുകയാണ്. കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നമുക്ക് ഇപ്പോൾ പത്തനാപുരം നോക്കുകയാണെങ്കിൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്. നമുക്കറിയാം വലിയ രീതിയിലുള്ള മന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിലൊരു പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഗണേഷ് കുമാർ. അതുപോലെ തന്നെ V ശിവൻകുട്ടി നല്ല രീതിയിൽ തന്നെ മന്ത്രി എന്ന രീതിയിൽ മറ്റുള്ളവരും കാഴ്ചവെച്ചെങ്കിൽ പോലും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധേയമായിരുന്നു. ചില പ്രവർത്തനങ്ങൾ തുടക്കമിട്ട സംരംഭങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥിതി അത് ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി മാറുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. എന്നാലും KB ഗണേഷ് കുമാർ നിലവിൽ പത്തനാപുരത്ത് പിന്നിലാണ് എന്ന വിവരമാണ് വരുന്നത്. അതുപോലെ തന്നെ കൊല്ലത്തെ സ്ഥിതി നോക്കാം. CR മഗേഷ്, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ, ഉല്ലാസ് കോവൂർ എന്നിവർ UDFിൻ്റെ ഈ സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. LDFിൻ്റെ KN ബാലഗോപാൽ, അതുപോലെ തന്നെ C അജയ് പ്രസാദ് എന്നിവർ LDF സ്ഥാനാർത്ഥികൾ കൊല്ലത്ത് മുന്നിലാണ്. MM നസീർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ ഇവർ മുന്നിലാണ്. UDF സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. M നൌഷാദ് LDF സ്ഥാനാർത്ഥി മുന്നിലാണ്. B ദേവികുമാർ NDA സ്ഥാനാർത്ഥി മുന്നിലാണ്. ഇങ്ങനെയാണ് കൊല്ലത്തെ അവസ്ഥ ആയിരിക്കുന്നത്. ഇനി ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അതായത് അരൂരും ചേർത്തലയിലും ആലപ്പുഴയിലും LDF മുന്നിലാണ്. അമ്പലപ്പുഴയിലും കുട്ടനാടും ഹരിപ്പാടും കായംകുളത്തും UDF മുന്നിലാണ്. മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കിയിൽ ദേവികുളത്ത് മാത്രമാണ് LDF മുന്നിൽ നിൽക്കുന്നത്. ബാക്കി ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പേരുമേട് എന്നിവിടങ്ങളിൽ UDF തന്നെയാണ് മുന്നേറി നിൽക്കുന്നത്. ഇനി ഈ നിലവിൽ സ്ഥിതി ഇപ്രകാരമാണ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് തൃശ്ശൂർ പോകാം. തൃശ്ശൂർ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കുന്ന ഒരിടം തന്നെയാണ്. തൃശ്ശൂർ ചേലക്കരയിൽ LDF ആണ്. അതുപോലെ തന്നെ കുന്നംകുളത്ത് UDF മുന്നിൽ നിൽക്കുന്നു. ഗുരുവായൂരും മണലൂരും വടക്കാഞ്ചേരിയിലും ഒല്ലൂരിലും LDF തന്നെ മുന്നിൽ നിൽക്കുകയാണ്. തൃശ്ശൂർ UDF ആണ്. നാട്ടികയിലും കയ്പമംഗലത്തും LDF മുന്നിൽ നിൽക്കുകയാണ്. ഇരിങ്ങാലക്കുട നോക്കുകയാണെങ്കിൽ UDF മുന്നിൽ നിൽക്കുന്നു. പുതുക്കാടും ചാലക്കുടിയിലും LDF മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ UDF മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെയാണ് തൃശ്ശൂരിലെ അവസ്ഥ. പാലക്കാട് നമ്മൾ നേരത്തെ നോക്കിയതാണ്. പാലക്കാടിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയതാണ്. അപ്പോൾ മലപ്പുറവും കോഴിക്കോടും ഒക്കെ നമ്മൾ നോക്കിയതാണ്. എന്തായാലും നിലവിലെ സ്ഥിതികളൊക്കെ ഇപ്രകാരമാണ് ആയിരിക്കുന്നത്. ശക്തമായ ഭരണമാറ്റത്തിൻ്റെ വലിയൊരു സാധ്യത ഈ മണിക്കൂറുകളിൽ കിട്ടുന്നുണ്ട്. UDF അടിച്ചു കയറുകയാണ്, തൂക്കി വാരുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൂത്ത് വാരുകയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന് അതുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സ്ഥിതികൾ ഇങ്ങനെയാണ്. ആറന്മുളയിൽ ഒരു സ്ഥിതി നോക്കാം. അബിൻ വർക്കി മുന്നിൽ നിൽക്കുകയാണ്. വീണ ജോർജ് പിന്നിലാണ്. കുമ്മനം രാജശേഖരൻ മൂന്നാമതായിട്ടാണ് നിൽക്കുന്നത്. പിണറായിൻ്റെ കാര്യം നമുക്ക് ധർമ്മടത്ത് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ധർമ്മടത്ത് ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അവിടുത്തെ കാര്യമൊക്കെ വരും മണിക്കൂറുകൾ അറിയുവാൻ സാധിക്കും. എന്തായാലും നിലവിലെ സ്ഥിതി ഇപ്രകാരമാണ് ആയിരിക്കുന്നത്. പൂഞ്ഞാർ നോക്കുകയാണെങ്കിൽ ആദ്യ റൗണ്ടിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനാണ് പൂഞ്ഞാറിൽ ലീഡുള്ളത്. ഏറ്റുമാനൂരിൽ UDF ലീഡ് ഉയർത്തുന്നുണ്ട്. പൊന്നാനിയിലും UDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ കുണ്ടറ നോക്കുമ്പോൾ PC വിഷ്ണുനാഥ് UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ മണിക്കൂർ വരെ കിട്ടുന്ന വിവരങ്ങൾ. മറ്റു വിവരങ്ങളുമായിട്ട് തീർച്ചയായിട്ടും മലയാളി വാർത്ത പ്രേക്ഷകർക്ക് അപ്ഡേഷൻ അതേസമയം തന്നെ നൽകിയിരിക്കും. അപ്പോഴപ്പോഴും തന്നെ നൽകിയിരിക്കും. മറ്റ് അപ്ഡേഷൻസുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.